സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ തൂഫാൻ എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് നിർദ്ദേശം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ വേരറുക്കുകയാണ് ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ സമൂല മാറ്റമെന്നും പ്രഖ്യാപിച്ചു. പിണറായി സർക്കാർ നടപ്പിലാക്കിയ SHO സംവിധാനം പൊളിച്ചെഴുതാനായി 5 അംഗ കമ്മിറ്റിയും നിയോഗിച്ചിട്ടുണ്ട്. പത്തു വർഷത്തിനു ശേഷം ആഭ്യന്തരമന്ത്രിയായി പോലീസ് ആസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ 2ാം വരവ്. പോലീസ് ഉപദേഷ്ടാവ് A. ഹേമചന്ദ്രനും SP മുതലുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ രമേശ് ചെന്നിത്തല തന്നെ ലഹരിക്കെതിരെ പോരാട്ടമെന്ന തന്റെ പദ്ധതി പ്രഖ്യാപിച്ചു. സ്കൂളുകളിലേക്കും യുവാക്കളിലേക്കും പടർന്നു പിടിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നുവരുന്ന ലഹരിയുടെ ഉറവിടം കണ്ടെത്തി തടയാനുള്ള പദ്ധതി. സ്കൂൾ തുറക്കുന്ന ദിവസം തുറക്കമിടുന്ന പോരാട്ടത്തിന് കൊടുങ്കാറ്റെന്നർത്ഥം വരുന്ന തൂഫാൻ ദി നർക്കോട്ടിക് ഹണ്ട് എന്ന പേരും പ്രഖ്യാപിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിന്റെ പ്രചരണം ശക്തമാവുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ചെന്നിത്തലയുടെ 2ാം പ്രഖ്യാപനം പിണറായി വിജയൻ നടപ്പാക്കിയ പദ്ധതിയുടെ പൊളിച്ചെഴുത്താണ്. സ്റ്റേഷനുകളുടെ ചുമതല CIമാർക്ക് നൽകിയ രീതി മാറ്റി SIമാർക്ക് നൽകാനാണ് ആലോചന. 15 ദിവസത്തിനുള്ളിൽ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ADGP S. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ 5 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കൂടാതെ സ്റ്റേഷനുകളുടെ മുഖം അടിമുടി മാറുമെന്ന പ്രഖ്യാപനവും. സമൂലമായ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം ഗുഡ് മോർണിംഗ് പറയും, നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കുന്നത്. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. പോലീസിന്റെ പരിശീലന സിലബസ് മാറ്റുന്നതും സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം ഉൾപ്പെടെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടിയും ആദ്യ യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.